ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 20. സ്നേഹം ജ്വലിക്കുന്ന തീ പോലെ. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം. കവിയും ചിത്രകാരനും പ്രിന്റ് മേക്കറുമായ വില്യം ബ്ലേക്ക് തൻ്റെ ഭാര്യ കാതറിനുമായി 45 വർഷത്തെ ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു. അവരുടെ വിവാഹദിനം മുതൽ 1827 അദ്ദേഹത്തിൻ്റെ മരണം വരെ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. വില്യമിൻ്റെ രേഖാചിത്രങ്ങൾക്ക് കാതറിൻ നിറം ചാലിച്ചു. അവരുടെ പരസ്പര സമർപ്പണം ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയും ഇല്ലായ്മയെയും മറികടക്കാൻ സഹായിച്ചു. ആരോഗ്യം മോശമായിരുന്നിട്ടും അവസാന ആഴ്ചകളിൽ പോലും ബ്ലേക്ക് തൻ്റെ കലയിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ അവസാന രേഖാചിത്രം ഭാര്യയുടെ മുഖമായിരുന്നു. 4 വർഷത്തിനു ശേഷം കാതറിൻ തൻ്റെ ഭർത്താവിൻ്റെ പെൻസിലുകളിലൊന്ന് കയ്യിൽ മുറുകെ പിടിച്ച് മരിച്ചു. ബ്ലേക്കിൻ്റെ ഊർജ്ജസ്വലമായ പ്രണയം ഉത്തമഗീതത്തിൽ കണ്ടെത്തിയ പ്രണയത്തിൻ്റെ പ്രതിഫലനമാണ്. ഉത്തമഗീതത്തിൻ്റെ വിവരണം തീർച്ചയായും വിവാഹത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് യേശുവിൻ്റെ എല്ലാ അനുയായികളോടും അവൻ കാണിക്കുന്ന അടങ്ങാത്ത സ്നേഹത്തെ സൂചിപ്പിക്കുന്നുവെന്ന് യേശുവിലെ ആദ്യകാല വിശ്വാസികൾ വിശ്വസിച്ചു. ഉത്തമഗീതം മരണം പോലെ ശക്തമായ ഒരു പ്രണയത്തെ വിവരിക്കുന്നു. അത് ശ്രദ്ധേയമായ ഒരു ഉപമയാണ്. കാരണം മരണം മനുഷ്യർക്ക് എപ്പോഴും അറിയാവുന്നതുപോലെ അന്തിമവും രക്ഷപ്പെടാനാവാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ശക്തമായ സ്നേഹം, അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. നമുക്ക് പരിചിതമായ തീകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തീജ്വാലകളെ ഒരു പ്രളയത്തിനും കെടുത്താൻ കഴിയില്ല. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. ഉത്തമഗീതം ഊന്നി പറയുന്നു. നമ്മിൽ ആരാണ് യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കാത്തത്? എപ്പോഴൊക്കെ നാം ആത്മാർത്ഥമായ സ്നേഹം അനുഭവിക്കുന്നുവോ അതിൻ്റെ ആത്യന്തിക ഉറവിടം ദൈവമാണെന്ന് ഉത്തമഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൽ നമുക്ക് ഓരോരുത്തർക്കും അഗാധവും അനശ്വരവുമായ സ്നേഹം അനുഭവിക്കുവാൻ കഴിയും. അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. ചിന്തിക്കുക, ആഴമായ സ്നേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടിയത് എവിടെയാണ്? യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.